ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. സർഫർ എന്നത് തിരമാലകൾക്ക് മുകളിലൂടെ അഭ്യാസം കാണിക്കുന്ന ആളിനെയാണ് സർഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് സ്രാവിൻ്റെ ആക്രമണത്തിൽ കൈ നഷ്ടപ്പെട്ട ഒരു യുവ സർഫറായ ബഥനി ഹാമിൽട്ടൻ്റെ യഥാർത്ഥ ജീവിതകഥയാണ്. ദൃഢനിശ്ചയം, ദൈവത്തിലുള്ള വിശ്വാസം, കുടുംബത്തിൻ്റെ പിന്തുണ എന്നിവ ബഥനി ഹാമിൽട്ടനെ എല്ലാ വെല്ലുവിളികളിൽ നിന്നും അതിജീവിപ്പിച്ചു. സ്രാവിൻ്റെ ആക്രമണത്തിൽ ഒരു കൈ നഷ്ടപ്പെട്ടിട്ടും വീണ്ടും ചാമ്പ്യനായി ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾക്ക് പ്രചോദനത്തിൻ്റെ ഉറവിടമായി. ഇനി നമുക്ക് ചാപ്റ്ററിൻ്റെ സമ്മറിലേക്ക് കടക്കാം. ബഥനി ഹാമിൽട്ടൺ ഹവായിയിലെ കവായി ദ്വീപിലാണ് ജനിച്ചു വളർന്നത്. ചെറുപ്പം മുതൽ തന്നെ അവർക്ക് സർഫിംഗ് എന്ന കായികയിനത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. 13 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം ബഥനി ഹാമിൽട്ടൺ സർഫിംഗ് ചെയ്യുമ്പോൾ ഒരു വലിയ ടൈഗർ ഷാർക്ക് അവളെ ആക്രമിച്ചു. അന്നവൾ ഹവായിയിലെ കൗവ എന്ന സ്ഥലത്തെ സമുദ്രത്തിലായിരുന്നു. മിക്കവാറും എല്ലാ ദിവസവും രാവിലെ തൻ്റെ കൂട്ടുകാരിയായ അലനയുടെ കൂടെയോ അല്ലെങ്കിൽ അനലേയി ഗേൾസ് സർഫിംഗ് ടീമിലെ മറ്റു പെൺകുട്ടികളുടെ കൂടെയാണ് സർഫിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. ആ ദിവസം അലകൾ തീരെ ചെറുതായിരുന്നു. തൻ്റെ സർഫിംഗ് ബോർഡിൻ്റെ മുൻഭാഗത്ത് വലതുകൈ വെച്ചുകൊണ്ട് വിശ്രമിക്കുകയായിരുന്നു. തൻ്റെ ഇടതുകൈ വെള്ളത്തിലേക്ക് ഇട്ടിരുന്നു. അപകടത്തിൻ്റെ ഒരു സൂചന പോലുമില്ല. നല്ല തെളിഞ്ഞ അലകളൊന്നുമില്ലാത്ത വെള്ളം. താനൊരു നീന്തൽക്കുളത്തിലാണ് എന്ന തോന്നലായിരുന്നു അവൾക്ക്. പെട്ടെന്നാണ് ഒരു ചാരനിറത്തിലുള്ള മിന്നൽ അവൾ കണ്ടത്. ഒരു നിമിഷത്തിൽ തന്നെ തൻ്റെ കൈക്ക് സമ്മർദ്ദവും 2 വലിച്ചിലുകളും അവൾക്ക് അനുഭവപ്പെട്ടു. അതൊരു ടൈഗർ ഷാർക്കായിരുന്നു. ടൈഗർ ഷാർക്കിൻ്റെ ശക്തമായ താടിയലുകൾക്കിടയിലായിരുന്നു ബഥനി ഹാമിൽട്ടൻ്റെ സർഫ് ബോർഡിൻ്റെ ഉപരിഭാഗവും അവളുടെ ഇടതു കൈയും. ഷാർക്കിൻ്റെ പല്ലുകൾ തൻ്റെ കൈ വലിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. ഷാർക്കിൻ്റെ പല്ലുകൾ അറക്കവാളിൻ്റെ പല്ലുകൾ പോലെ മൂർച്ചയുള്ളതാണ്. ആ പല്ലുകൾ സർഫ് ബോർഡിനെയും അവളുടെ കൈകളിലെ എല്ലുകളെയും ടിഷ്യൂ പേപ്പർ കീറിയെടുക്കുന്ന ലാഘവത്തോടെ വെട്ടിയെടുത്തു. കുറച്ച് നിമിഷങ്ങൾക്കകം ഇതെല്ലാം സംഭവിച്ചു. അവളുടെ ചോര കൊണ്ട് ചുറ്റുമുള്ള വെള്ളം ചുമന്നു. ഇടതു തോളിനടുത്ത് ഒരു ചെറിയ കുറ്റി മാത്രം ബാക്കി നിർത്തിക്കൊണ്ട് ആ ഷാർക്ക് അവളുടെ കൈ കൊണ്ടുപോയി. അലനയുടെ സഹോദരനായ ബൈറനും പിതാവായ ഹോൾട്ടും കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ അടുത്തെത്തി. ഹോൾട്ടിൻ്റെ മുഖം വിളറിയും കണ്ണുകൾ വികസിച്ചതും അവൾ കണ്ടു. പക്ഷെ അദ്ദേഹം വേഗം തന്നെ അവളെ സഹായിക്കാൻ ശ്രമിച്ചു. ബോർഡിൻ്റെ ബാക്കിയുള്ള ഭാഗം അദ്ദേഹം ആഞ്ഞു തള്ളി. ഒരു അല അവളെയും ബോർഡിനെയും സമീപത്തുള്ള ഒരു പാറയിൽ കൊണ്ടെത്തിച്ചു. അവളുടെ കയ്യിൽ നിന്നും ചോര നന്നായി ഒഴുകുന്നുണ്ടായിരുന്നു. ഹോൾട്ട് തൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന നീളമുള്ള കൈകളുള്ള റാഷ് ഗാർഡ് ഉപയോഗിച്ച് മുറിവിൻ്റെ ചുറ്റിലും കെട്ടി. അവളുടെ ബോധം പോകാതിരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലെത്തുന്നതുവരെ സംസാരിച്ചു കൊണ്ടിരിക്കാൻ ഹോൾട്ട് ആവശ്യപ്പെട്ടു. എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് അവൾക്കറിയില്ല. അവൾ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ഉറക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ ഹോസ്പിറ്റലിലെത്തി. സർജറിക്കുള്ള മുറിയിൽ ധാരാളം മെഷീനുകൾ ഉണ്ടായിരുന്നു. ഡോക്ടർ റോവിൻസ്കിയാണ് ആദ്യത്തെ സർജറി ചെയ്തത്. അവളുടെ ഇടതുകൈ നഷ്ടപ്പെട്ടെന്നും ഇനി ജീവൻ നിലനിർത്താനാണ് അവൾ ശ്രദ്ധിക്കേണ്ടതെന്നും ഡോക്ടർ അവളോട് പറഞ്ഞു. അവളുടെ അമ്മ അവളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അവളുടെ ഡാഡി പുറത്തുനിന്ന് സന്ദർശകരെയും ന്യൂസ് തേടി വന്ന റിപ്പോർട്ടർമാരെയും കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ബാൻഡേജ് ചെയ്ത തൻ്റെ ഇടതു കൈയിൻ്റെ കുറ്റിയെ നോക്കിക്കൊണ്ട് ഇടതു കൈ ഇല്ലാതെ താൻ എന്തു ചെയ്യും എന്നതിനെപ്പറ്റി അവൾ ചിന്തിച്ചു. താൻ ഇനി ഒരിക്കലും സർഫ് ചെയ്യുകയില്ലെന്ന് അവൾ ചിന്തിച്ചു. സർഫ് ചെയ്യാൻ 2 കൈകളും വേണമെന്നും എല്ലാവർക്കും അറിയാം. സർഫിംഗ് മാത്രമല്ല ജീവിതമെന്നും മറ്റു കാര്യങ്ങൾ ചെയ്തും ജീവിതം ആസ്വദിക്കാമെന്നും അവൾ തന്നെ ആശ്വസിപ്പിച്ചു. പിന്നെ അവൾ അവളുടെ ഡാഡിയോട് പറഞ്ഞു തനിക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച സർഫ് ഫോട്ടോഗ്രാഫർ ആകണമെന്ന്. അത് കേട്ടപ്പോൾ അവളുടെ അച്ഛൻ ദുഃഖത്തോടെ പുഞ്ചിരിച്ചു. പക്ഷേ വേഗം തന്നെ അവൾ തീരുമാനം മാറ്റുകയും വീണ്ടും സർഫ് ചെയ്യാൻ പോകണമെന്ന് ചിന്തിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് കുറേശ്ശെ സുഖം അനുഭവപ്പെട്ടു തുടങ്ങി. അവളുടെ മനസ്സ് കൂടുതൽ ക്ലിയറായി. പലരും നല്ല വാക്കുകൾ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ വന്നു. അവൾ വലിയ ധൈര്യശാലിയാണെന്ന് നടിച്ചു. പക്ഷേ ചിലപ്പോൾ അവൾക്ക് ദുഃഖം തോന്നി. അപ്പോഴൊക്കെ അവളുടെ സഹോദരന്മാർ അവളെ ഉന്മേഷവതിയാക്കാൻ ശ്രമിച്ചു.
അവർ ഒരിക്കലും അവരുടെ വേദനയോ ഭയമോ പുറത്തു കാണിച്ചില്ല. അവർ അവളെ തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കുകയും ധൈര്യം കൊടുക്കുകയും ചെയ്തു. അവൾ ഒരാഴ്ച മാത്രമേ ആശുപത്രിയിൽ കഴിഞ്ഞുള്ളൂ. ആശുപത്രി വിടുന്നതിന് മുമ്പ് തന്നെ അവൾ വീണ്ടും സർഫ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. അവളുടെ കുടുംബം അവളുടെ കൂടെ നിന്നു, അവൾക്ക് ധൈര്യം കൊടുത്തു. അവളുടെ ഡാഡി പറഞ്ഞു, നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ നിനക്കെന്തും ചെയ്യാൻ പറ്റുമെന്ന്. ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവളുടെ കുടുംബത്തിന് വലിയ സാമ്പത്തിക ഭാരം അനുഭവപ്പെട്ടു. 3 മാസത്തേക്ക് അവളുടെ മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. അവർ ആശുപത്രി വിട്ടു പോരുന്ന അവസരത്തിലാണ് അവൾക്ക് മനസ്സിലായത് തൻ്റെ ജീവിതം ഇനി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല എന്ന്. വീട്ടിലേക്ക് പോകുന്നതിന് സെക്യൂരിറ്റി ജീവനക്കാരുടെയും പോലീസിൻ്റെയും അകമ്പടി അവർക്ക് വേണ്ടി വന്നു. കാരണം അവളോട് സംസാരിക്കാൻ വേണ്ടി TV റിപ്പോർട്ടേഴ്സ് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. അവരുടെ ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ മെയിൻ ഡോർ വഴി പോകാതെ ബാക്കിലുള്ള വാതിൽ കൂടെയാണ് അവർ പുറത്തേക്ക് പോയത്. കൂടാതെ വീടെത്തുന്നത് വരെ 2 പോലീസുകാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവൾക്ക് സ്പോട്ട് ലൈറ്റിൽ വരണമെന്നില്ലായിരുന്നു. പക്ഷേ മറ്റുള്ളവരുടെ ഗുണത്തിനു വേണ്ടി ചില അഭിമുഖങ്ങൾ കൊടുക്കാനായി അവൾ സമ്മതിച്ചു. ബീച്ചുകളിലും എയർപോർട്ടുകളിലും കടകളിലും ഭക്ഷണശാലകളിലുമൊക്കെ അവൾ പോകുമ്പോൾ അവളുടെ ഓട്ടോഗ്രാഫ് വാങ്ങാനായി ധാരാളം അപരിചിതർ വന്നിരുന്നു. അവൾ അവർക്കൊരു പ്രചോദനമാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. ആഹാരം കഴിക്കുന്നതിനിടയിൽ പോലും ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വന്നിരുന്നു. അങ്ങനെ അസാധാരണമായ കുറേ സംഭവങ്ങൾ നടന്നു. അവളൊരു ടോപ്പ് പ്രൊഫഷണൽ സർഫർ ആയാലും അവൾക്ക് കിട്ടുന്ന ബഹുമാനവും പരിഗണനയും സർഫിംഗ് കമ്മ്യൂണിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമായിരുന്നു. അവളുടെ കൂട്ടുകാർ അവളോട് പറഞ്ഞു, അവൾ വെറുമൊരു സർഫർ മാത്രമല്ല, അവൾ ഒരു പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അപകടങ്ങൾ നേരിട്ട ആളുകൾക്ക് അവളൊരു പ്രചോദനമാണ്. അങ്ങനെ ഒരു കൈ കൊണ്ട് തുഴഞ്ഞ് സർഫിംഗ് നടത്താൻ അവൾ വീണ്ടും പഠിക്കേണ്ടി വന്നു. സർഫ് ബോർഡ് പിടിച്ചു നിർത്താൻ അവൾ അവളുടെ കാലുകൾ ഉപയോഗിച്ചു. ആദ്യമൊന്നും അവൾ വിജയിച്ചില്ല. കുറെ നിരാശയുണ്ടാക്കി. അവളുടെ കൂടെ അവളുടെ അച്ഛൻ വെള്ളത്തിലുണ്ടായിരുന്നു. അവർ നന്നായി പരിശ്രമിക്കാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ അവസാനം അവൾ ഒരു കൈ കൊണ്ട് സർഫ് ചെയ്യാൻ പഠിച്ചു. ഒരിക്കൽ സർഫ് ബോർഡിൽ കാലുകൾ കുത്തി നിൽക്കാൻ പറ്റിയപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി. ആദ്യമായി ഒറ്റക്കൈ മാത്രമുള്ള അവൾ സർഫ് ബോർഡിൽ നിന്നുകൊണ്ട് തിരമാലകൾക്ക് മുകളിൽ കൂടി സർഫ് ചെയ്തപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്ന് അവൾ പറയുന്നു. അവളുടെ ഉള്ളിൽ വലിയ സന്തോഷവും അവളെ സഹായിച്ചവരോട് വളരെ നന്ദിയും അവൾക്ക് തോന്നി. അവൾക്കിനി സർഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആശങ്ക അവളിൽ നിന്നും പൂർണ്ണമായി വിട്ടകന്നുവെന്ന്. അങ്ങനെ അവസാനം അവൾക്കിഷ്ടപ്പെട്ട സർഫിങ്ങിലേക്ക് അവൾ തിരിച്ചു വന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും സന്തോഷത്തിൻ്റെ കണ്ണുനീർ ഒഴുകി. ബെഥനി ഹാമിൽട്ടൺ പല മത്സരങ്ങളിൽ വിജയിക്കുകയും കുറേ ആളുകൾക്ക് പ്രചോദനമായി തീരുകയും ചെയ്തു. 2011 ഈ കഥ സോൾ സർഫർ എന്ന സിനിമയായി മാറി. ഇന്നും ബെഥനി ഹാമിൽട്ടൺ സ്പോർട്സ് രംഗത്ത് സജീവമാണ്. മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കും പ്രചോദനമാണ്.